ഈ ഗ്രൗണ്ടിൽ ഇന്ന് എത്തിയത് 1000-നടുത്ത് കുട്ടികളാണ്. ഈ കുട്ടികൾ അവരെ രക്ഷിതാക്കളുമായിട്ട് ഗ്രൗണ്ടിൽ വന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം, ചെറുപ്പക്കാർ മയക്കുമരുന്നിനും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ വിപത്തിലേക്കും അവരറിയാതെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ ഒരു 150 കുട്ടികൾ ഒരു ക്യാമ്പിൽ, അതിൽ ആഴ്ചയിൽ ഞായറാഴ്ച മാത്രം ഒഴികെയുള്ളത്, അതും ഫ്രീ കോഴ്സിൽ TSA ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉദ്ദേശശുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് തിരുരങ്ങാടി മുനിസിപ്പാലിറ്റിക്ക് പുറമെ തിരുരങ്ങാടി മണ്ഡലത്തിലേക്ക് ഒന്ന് വ്യാപിപ്പിച്ച് നോക്കി. അപ്പോൾ ഈ മെസ്സേജ് അതിന് സമീപ പ്രദേശങ്ങളായ വേങ്ങര, അബ്ദുറഹ്മാൻ നഗർ, മൂന്നിയൂർ പ്രദേശത്തുള്ള കുട്ടികളടക്കം വരികയും വലിയൊരു ജനസഞ്ചയം ഈ ഗ്രൗണ്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം TSA എന്ന സംഘടന അത് പിന്നെ കാശ് അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം ഉദ്ദേശിച്ചല്ല എന്നും ഞങ്ങൾ നടത്തിയ കഴിഞ്ഞ വർഷത്തെ അഖിലേന്ത്യാ ടൂർണമെൻറ്റിൻ്റെ ബെനിഫിറ്റ് അത് ഗവൺമെൻറ് ഹൈസ്കൂളിനും ഈ പുതിയ തലമുറക്കും വേണ്ടി മാത്രമാണ് വിനിയോഗിച്ചതും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവർ ഇങ്ങോട്ട് ആകർഷിക്കപ്പെട്ടത്. അത് സാധാരണ രീതിയിൽ വന്നിട്ട് നോക്കിയതല്ല. അപ്പോൾ കുട്ടികൾക്കിടയിൽ ഇത് നിർബന്ധമാണ്. കാരണം അവരെ ഈ മൊബൈൽ അഡിക്ഷൻ, അതേപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ വ്യാപനം, സമൂഹം ഇങ്ങനെ പറയുക, സാഹിത്യകാരന്മാരായാലും രാഷ്ട്രീയക്കാരായാലും പറയുക എന്നല്ലാതെ ഓരോ പ്രദേശത്തും ഇങ്ങനെയുള്ള സ്പോർട്സുമായി, ഫുട്ബോളുമായി, പിന്നെ മറ്റു സ്പോർട്സിലെ മറ്റ് വിവിധ ഇവന്റുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് കുട്ടികൾക്കിടയിൽ സാമൂഹിക ബോധം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ, എൻഗേജ്മെന്റ് ഇല്ല, അതിലേക്ക് കൊണ്ടുവരാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള കോച്ചുകളാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ വെറുതെ അല്ല, ടെക്നിക്കലി അവരെ കരിയറിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എത്രത്തോളം ഉണ്ട് രക്ഷിതാക്കളുടെ സമീപനം? നിങ്ങൾ ആദ്യം പറഞ്ഞ ഈ കോച്ചുമാർ ഇതിൻ്റെ തുടക്കം മുതൽ ഞങ്ങളോടൊപ്പം ഉണ്ട്. കേരള സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ 2017 ക്യാപ്റ്റനായ P. ഉസ്മാൻ, അതേപോലെ തന്നെ ഇപ്പം തൃശ്ശൂർ FC ഹാരിസ്, അതേപോലെ സർട്ടിഫൈഡ് കോച്ചുമാരായ മൊയ്തീൻ സാറ്, റഹീസ്, ഇവരൊക്കെയുള്ള ഒരു നല്ല ടീം ഇതിൻ്റെ പിന്നിൽ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെ ഫുട്ബോളിലൂടെ വളർത്തിയെടുക്കുക, ഒരു ഫുട്ബോളിൻ്റെ സംസ്കാരം കുട്ടികളിൽ ഉണ്ടാക്കുക. വീടുകളിൽ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഓരോ പിന്നെ ദിനേന എന്ന് പല സ്ഥലത്തും കളികളൊക്കെ ഉണ്ട്. ഇങ്ങനെ കുട്ടികളോട് സംവദിക്കാനുള്ള ഇടം, വീട്ടിൽ ഇതിനെക്കുറിച്ച് മക്കളുമായിട്ട് സംവദിക്കുക. പിന്നെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും വേണ്ടിയില്ല, രാഷ്ട്രീയ ബോധം കുട്ടികളിൽ ഉണ്ടാക്കുക, സ്പോർട്സിനെ കൊണ്ടുവരിക. വീട്ടിൽ ആരും മിണ്ടാത്ത അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാലത്ത് കുട്ടികളെ നമ്മൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഓരോ മാതാപിതാക്കളും ഇങ്ങനെയുള്ളൊരു സംസ്കാരത്തിലേക്ക് നാട് പോകണം. പ്രിയമുള്ളവരെ, TSA എന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ് അക്കാഡമി മാത്രമല്ല, രാഷ്ട്ര നിർമ്മാണത്തിൽ നമ്മുടെ പൗരന്മാരെ, നമ്മുടെ കുട്ടികളെ, യുവാക്കളെ ബന്ധപ്പെടുത്താൻ പോലും അവരുടെ ശ്രമങ്ങളുണ്ട്. നിങ്ങളെ പൂർണ്ണ പിന്തുണ വേണം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്.